ആലപ്പുഴയിൽ ചോദ്യപേപ്പർ മാറിയതിൽ PSCക്ക് ഉണ്ടായത് ഗുരുതരമായ വീഴ്ച. ചോദ്യപേപ്പർ മാറിയ വിവരം ഉദ്യോഗസ്ഥർ മറച്ചുവെച്ചുവെന്നാണ് സംശയം. ചോദ്യപേപ്പർ മാറിയത് കണ്ടുപിടിച്ചത് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗാർത്ഥികളാണ്. മറ്റ് സെന്ററുകളിലെ ഉദ്യോഗാർത്ഥികളുമായി സംസാരിച്ചപ്പോഴാണ് ചോദ്യപേപ്പർ മാറി എന്ന കാര്യം തിരിച്ചറിയുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. സുധീഷ്, വളരെ ഗുരുതരമായ ഒരു അനാസ്ഥയാണ് PSCയിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പരീക്ഷ ഇന്ന് റദ്ദാക്കുകയും ചെയ്തു. എന്തായിരുന്നു സംഭവിച്ചത് സുധീഷ്? രാഹി, ഇന്ന് ഉച്ചയ്ക്ക് നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്ന് രാവിലെ വിതരണം ചെയ്തത്. ഇത് ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരമൊരു പിഴവ് സംഭവിച്ചത്. അത് PSC ഉദ്യോഗസ്ഥരും ഈ സ്കൂളിലെ അധ്യാപകരായ 15 ജീവനക്കാരും ഉണ്ടായിരുന്നു. ഇവരിൽ ആർക്കാണ് പിഴവ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തു തന്നെയായാലും ഈ വീഴ്ച കാരണം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ബുദ്ധിമുട്ടിലായത്. ആലപ്പുഴയിൽ തന്നെ ചെങ്ങന്നൂരിൽ നിന്നും സമീപ ജില്ലയിൽ നിന്നും അടക്കമെത്തിയ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാൻ കഴിയാതെ ഉച്ചയ്ക്ക് മടങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവരുണ്ടായിരുന്നു, വികലാംഗരുണ്ടായിരുന്നു. ഇവർക്കെല്ലാം സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. ഇതെല്ലാം സംഭവിച്ചത് ഈ ലജനത്തുള്ളിൽ ഈ ചോദ്യപേപ്പർ മാറിയതിലൂടെയാണ്. അത് പുറത്തു വരുന്നത് ഉച്ചയ്ക്ക് പരീക്ഷ എഴുതാനായിട്ട് എത്തിയ ഉദ്യോഗാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റ് സെൻറ്ററുകളിൽ പരീക്ഷ എഴുതിയവരും ഇവിടെ നിന്ന് എഴുതിയവരും എല്ലാം തമ്മിൽ പുറത്തു വെച്ച് സംസാരിക്കുമ്പോഴാണ് ചോദ്യപേപ്പർ മാറിപ്പോയി, അവരുടേതും ഇതും വ്യത്യസ്തമാണ്, ഇത് ഉച്ചയ്ക്ക് നടക്കേണ്ട ചോദ്യപേപ്പർ ആയിരുന്നു എന്ന് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് സ്കൂൾ അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ അവർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവമാണ് നടിച്ചത്. അതിനുശേഷമാണ് PSC ഓഫീസിൽ ഈ വിവരം അറിയിക്കുന്നത്. അതേ തുടർന്നാണ് അടിയന്തരമായി ഇന്ന് ഉച്ചയ്ക്ക് നടത്തേണ്ട പരീക്ഷ റദ്ദ് ചെയ്തിട്ടുള്ളത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇന്ന് രാവിലെ ലജനത്തുള്ളിൽ പരീക്ഷ എഴുതേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് എഴുതിയത് ഉച്ചക്കലത്തെ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരും. അതോടൊപ്പം ഇന്ന് ഉച്ചയ്ക്ക് നടത്തേണ്ട പരീക്ഷയും വീണ്ടും പൂർണ്ണമായും സ്റ്റേറ്റ് വൈഡ് നടത്തേണ്ടി വരും എന്നതാണ് ബുദ്ധിമുട്ടായിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ 68 സെൻറ്ററുകളിലായിരുന്നു പരീക്ഷ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ സംസ്ഥാനത്തിലുടനീളം എത്ര ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നത്? ഇത് PSCയുടെ വലിയ അനാസ്ഥയും വീഴ്ചയുമായി തന്നെയാണ് വിലയിരുത്തുന്നത്. എത്ര ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അടക്കമുള്ള ചോദ്യം നിലനിൽക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഉച്ചയ്ക്ക് രാവിലെയും പരീക്ഷയുണ്ടെങ്കിൽ മുൻകാലങ്ങളിലൊക്കെയും PSC ചെയ്തിരുന്നത് രാവിലത്തെ പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ രാവിലെയും അതിനുശേഷം മാത്രം ഉച്ചക്കലത്തെ പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറും എത്തിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ജോലി എളുപ്പമാക്കാനാവാം PSC അത് ഒരുമിച്ച് ഇവിടെ എത്തിച്ചതും വലിയ വീഴ്ചയായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. രാഹി, സുധീഷ്, എന്തായാലും PSC പരീക്ഷയിൽ സംഭവിച്ചത് വളരെ ഗുരുതരമായ അനാസ്ഥയാണ്. ഈ ചോദ്യപേപ്പർ മാറിപ്പൊട്ടിക്കുന്നു, അത് ലീക്കാകുന്നു. പക്ഷേ ഇതൊന്നും അറിയാത്തവരെ പോലെ ഈ ഉദ്യോഗസ്ഥർ പെരുമാറുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഉദ്യോഗാർത്ഥികൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു അട്ടിമറി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സുധീഷ് ഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.